പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തുതി. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ് നമ്മൾ കേട്ടത്. മരിച്ച് കിടന്ന യേശുക്രിസ്തുവിനെ ഉയർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിച്ചതെന്ന് ഈ വചനം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ഇന്ന് പല വിധത്തിലും നമ്മുടെ ജീവിതത്തിലും ഒരു മരിച്ചു കിടക്കുന്ന നിർജീവ അവസ്ഥ പല മേഖലകളിലുമുണ്ട്. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഈ മേഖലകളിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് നമ്മളുടെ നിർജീവ അവസ്ഥകളിൽ നമ്മളെ ഉയർപ്പിക്കുകയും ദൈവികമായ പദ്ധതികൾക്ക് വേണ്ടി നമ്മളെ വഴി നടത്തുകയും ചെയ്യും. എറണാകുളത്ത് നിന്നും കോട്ടയത്തേക്ക് വരുവാൻ വേണ്ടി ഞങ്ങളൊരു ട്രെയിൻ കാത്തിരിക്കുന്ന സമയത്ത് ട്രെയിൻ ഒരുപാട് ലേറ്റാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഏതാനും പേര് ഒരു സെമിനാർ കഴിഞ്ഞ് കുട്ടികളുടെ പാർക്കിൽ പോയിരുന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥനയുടെ സമയത്താണ് ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനം പോലെ ഒരു സന്ദേശമായി കുട്ടികൾക്കായി ഒരു കൺവെൻഷൻ നടത്തുക എന്ന ഒരാഹ്വാനം മനസ്സിൽ തോന്നിയത്. അത് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചു. ഞങ്ങളത് പ്രാർത്ഥനയിലെടുത്തു. ദൈവത്തിൻ്റെ ഒരു ആഹ്വാനം തന്നെയാണ് ഇത് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി. ഒത്തിരി കാത്തിരിപ്പോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒരു 1000 കുട്ടികളെയാണ് ഞങ്ങൾ ഈ കൺവെൻഷനിലേക്ക് പ്രതീക്ഷിച്ചത്. അതും കോട്ടയത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു കൺവെൻഷൻ. പക്ഷേ കൺവെൻഷന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കേരളത്തിൽ നിന്ന് എല്ലാ മേഖലകളിൽ നിന്നും അവിടേക്ക് കുട്ടികൾ വരുമെന്നും എണ്ണം കൂടുതലായിരിക്കും എന്നും ഒക്കെ ഞങ്ങൾക്ക് ഹോളി സ്പിരിറ്റ് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ കുറച്ചെല്ലാം അതിന് ചേരുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. 1500 കുട്ടികൾക്ക് മാക്സിമം കടന്നു വരാവുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്, കോട്ടയത്ത് മൗണ്ട് കാർമൽ സ്കൂള്. പക്ഷേ ഫലത്തിൽ 2500 കുട്ടികൾ വന്നു. എങ്കിലും യാതൊരു അസ്വസ്ഥതകളും കൂടാതെ ആ കൺവെൻഷൻ വളരെ മനോഹരമായിട്ട് മുൻപോട്ട് പോകാൻ സാധിച്ചു. ഈ കൺവെൻഷൻ്റെ സമയത്താണ് ക്രൈസ്റ്റ് ഫോർ ടീനേജേഴ്സ് എന്ന നാമം ഈ ഒരു ശുശ്രൂഷയ്ക്ക്, കുട്ടികളുടെ ഇടയിലുള്ള ഈ ശുശ്രൂഷയ്ക്ക് നൽകുവാനും പിന്നീട് ആ പേരിൽ ഇതെല്ലാം അറിയപ്പെടുവാനും ഇടയായത്. എന്നെ ആ കൺവെൻഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾ വളരെ അച്ചടക്കത്തോടുകൂടെ റോഡിലൂടെ നടന്നു വരുന്നത് കണ്ടിട്ട് വഴിയെ പോയ പത്ര റിപ്പോർട്ടേഴ്സ് ഈ സ്കൂൾ ക്യാമ്പസിലേക്ക് വരികയും അവരുടെ മുൻപിൽ അവർക്ക് കിട്ടിയ കുട്ടികളെ തന്നെ അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ
അവർ സംസാരിച്ച കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് നല്ല തലക്കെട്ടോടുകൂടി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഇടുകയും ചെയ്തു. ഞാൻ ഒരിക്കലും പത്രക്കാരെ വിളിച്ചിരുന്നില്ല ഇങ്ങനെയൊരു റിപ്പോർട്ട് എഴുതണമെന്ന് ഒന്നിനും വേണ്ടി. പക്ഷേ എല്ലാം ദൈവം ക്രമീകരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. സാമ്പത്തികമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ 1000 കുട്ടികളും കുറച്ച് രൂപ എക്സ്ട്രാ ചിലവ് വരുന്നതിന് വേണ്ടത് സംഭരിക്കണമെന്നും ഒക്കെ മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷേ കുട്ടികളുടെ എണ്ണം കൂടിയപ്പോഴും ചിലവുകൾ കൂടിയപ്പോഴും അങ്ങനെ എല്ലാ വിധത്തിലും ഒത്തിരിയേറെ സാമ്പത്തിക നഷ്ടം വരുമെന്നുള്ള ഒരാശങ്കയിലായിരുന്നുവെങ്കിലും ഈ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 10,000 രൂപ മിച്ചം വന്നു. ഫ്യൂച്ചറിലേക്ക് പോലും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക കാര്യത്തിൽ ഉത്കണ്ഠപ്പെടേണ്ട എന്നുള്ള ഒരു വലിയ പാഠം പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. യേശുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ്, അപ്പസ്തോലന്മാരെ നിറച്ച് പറഞ്ഞയച്ച പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിലൂടെ അവിടുന്ന് പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മളെയും ആത്മശക്തിയാൽ നിറച്ച് ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷവാഹകരാകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം സിഹിയോൻ ഊട്ടുശാലയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിലും നല്ല പെന്തക്കോസ്ത അനുഭവങ്ങൾ ഒരിക്കൽ മാത്രമല്ല പല പ്രാവശ്യം ഉണ്ടാകുന്നതിന് വേണ്ടി, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരുന്നതിന് വേണ്ടി നമുക്കും കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച നല്ല ഫലങ്ങൾ നമ്മുടെ സമൂഹത്തിന് കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പെന്തക്കോസ്താ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ 2ാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.